ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആട്ടോ. ഇത് ഞാൻ എടുക്കണമെന്ന് എന്തായാലും പ്ലാൻ ചെയ്തതാണ്. രാവിലെ ഒരു 6 മണിക്കായപ്പോൾ നീച്ചു. ഇന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ വെച്ചാൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും നീച്ചിപ്പോൾ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ ബെഡ് വിരിക്കുന്നില്ല, കാരണം അനിയത്തി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ആ ഒരു പുതപ്പ് മടക്കി വെച്ചു. അത് കഴിഞ്ഞ് പുറത്തൊക്കെ വന്ന് നോക്കിയപ്പോൾ ഗൈസ്, പുറത്തൊക്കെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി പല്ല് തേക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പെട്ടെന്ന് 2 മാസം പോയതില്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയൊന്നും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് നമ്മുടെ യൂണിഫോം അയൺ ചെയ്യാമെന്ന് ഓർത്തു. ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് യൂണിഫോം തന്നെയാണ്. നമ്മളെന്തായാലും വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് പോകണമല്ലോ. നമ്മൾ യൂണിഫോം ചുളിഞ്ഞൊക്കെ പോയ ഒരു ഇതുണ്ടാവില്ല, ഫസ്റ്റ് ഡേ അല്ലേ. സോ നമ്മളെന്തായാലും യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെത് ഈ ഒരു യൂണിഫോം ആട്ടോ ഗൈസ്, വൈറ്റാണ്. സോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നേരത്തെ നീച്ചുകൊണ്ട് തന്നെ എല്ലാത്തിനും കുറേ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നല്ലപോലെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു കോട്ടും പാൻറ്റും എല്ലാം അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമലി ഞാൻ ഈ ഒരു കോട്ടും യൂണിഫോമിൻ്റെ ടോപ്പും മാത്രമേ അയൺ ചെയ്യലുള്ളൂ. ഇന്ന് ഞാൻ വെറുതെ രസത്തിന് പാൻറ്റും കൂടെ ചെയ്തു. ഭയങ്കര ഒരു ഫസ്റ്റായിട്ട് പോവല്ലേ, സോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുൾ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുളിക്കാൻ പോകും. അതിന് മുന്നേ ഞാൻ കുറച്ച് വെറുതെ ഒരു സെൽഫ് കെയർ എന്ന പോലെ, സെൽഫ് കെയർ ഒന്നുമല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്ന് തലയിൽ എണ്ണ ഇടാന്ന്. ചെറുതായിട്ടിടുന്നുള്ളൂ, കാരണം മുടി നല്ല പാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുടിയൊക്കെ ഫുൾ കെട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോക്കി കഴിഞ്ഞിട്ടാണ് എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ ചില ആളുകളൊക്കെ പുതിയ സ്കൂളിലേക്ക് ആവും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാത്തവരും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടാവുമല്ലോ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ആക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ നീച്ച ടൈം തന്നെയാണ് കൊടുക്കുന്നത്. എനിക്ക് എന്തായാലും വേഗം തന്നെ അപ്ലോഡ് ആക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയി മുടി. ഇനി ഞാൻ വിചാരിച്ചു ബാഗും പൗച്ചൊക്കെ പാക്ക് ചെയ്യാമെന്ന്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുപോകണ്ട, ആകെ കൂടി ഞാൻ വെറുതെ ഒരു ബുക്ക് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ എന്തായാലും അത് പാക്ക് ചെയ്യാൻ വിചാരിച്ചു. പൗച്ചും എന്തായാലും പാക്ക് ചെയ്യാം. ഇപ്പം സമയം ഏകദേശം 6:36 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെയും ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല രാവിലെ അല്ലേ, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ കുറേ സമയം പുറത്തേക്ക് വീഡിയോ എടുത്തു. ഇനി നമുക്ക് നേരെ പോയി പൗച്ച് പാക്ക് ചെയ്യാം. സോ നമ്മുടെ പൗച്ച് ഇതാണ്. ഞാൻ ബാക്ക് ടു സ്കൂൾ ഹാളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ട് സപ്പോർട്ടാക്കാം. പൗച്ചിക്ക് ആദ്യം തന്നെ ഈ ഒരു പെന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നാളൊരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഡോംസിൻ്റെ, അത് ഫുള്ള് ഇടാമെന്ന് വിചാരിച്ചു. അതിലാകുമ്പോൾ പെന്നുണ്ട്, പെൻസിലുണ്ട്, ഷാർപ്പനറുണ്ട്, ഇറേസറുണ്ട്, സ്കെയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫുൾ കിട്ടും. ഞാൻ ആദ്യം ഈ പെൻസിലത്തെ ഈ ഒരു ഇറേസറും ഷാർപ്പനറും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന്. ഇതൊക്കെ പഴയതായിട്ട് നമുക്കതെടുക്കാം. അങ്ങനെ ഞാൻ ഏതായാലും ഇതാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സെറ്റ്. ഇതിലാകുമ്പോൾ എല്ലതും ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു 2 ഹൈലൈറ്റേഴ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇന്ന് ആവശ്യം വരില്ല, പക്ഷേ ഞാൻ വെറുതെ ഒന്ന് പൗച്ച് പാക്ക് ചെയ്യാൻ ഓർത്ത് ഇട്ടതാണ്. അതായത് കണ്ടോ, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റായി പൗച്ച് അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് പാക്ക് ചെയ്യാനുള്ളത് എന്താ, ബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ സാധനങ്ങൾ കൊണ്ടുപോകണ്ടെന്ന്, പക്ഷേ തീരെ സാധനങ്ങളില്ല. ഞാൻ ആകെ വെറുതെ ഒരു ബുക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ പൊതിഞ്ഞത്. ഞാൻ ഇന്നലെ ഫുൾ ബുക്കൊക്കെ പൊതിയെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഒന്നും പൊതിയാൻ കഴിഞ്ഞില്ല. അനിയത്തിൻ്റെ 2 ബുക്കൊക്കെ പൊതിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പൊതിയാനിരുന്ന ടൈമിൽ തന്നെ കറണ്ട് പോയി. പിന്നെ ഞാൻ ഈ ഒരു ID കാർഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാഗിൽ എന്താ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോകുമ്പോൾ മറന്നാൽ നമുക്ക് സ്കൂളിലായാലും ബാഗിൽ നിന്ന് ഇടല്ലോ, അങ്ങനെ ഇട്ടതാണ്. പക്ഷെ ഞാൻ മറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പോകുന്ന ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെറുതെ കുറേ ടൈം ഉള്ളതുകൊണ്ട് തന്നെ ടേബിളത്തെ ഈ ഒരു പെന്നൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു പെൻ ഹോൾഡർ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഷിൻചാൻ്റെ ഹോൾഡർ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു പെന്ന് ആവശ്യമുള്ള മഷിയുള്ളത് മാത്രം ഇതിലിട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ തീരെ മഷിയില്ലാത്തതൊക്കെ അതിലുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ കുറച്ച് ബ്രഷ് പെന്നായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പെൻസിലൊക്കെ നല്ല പെൻസിലുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കൂർപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എഴുതുന്ന ആ ഒരു ഭാഗം. അങ്ങനെ അതൊക്കെ കൂർപ്പിച്ച് ഫുൾ സെറ്റാക്കി വെച്ചു. പിന്നെ അതിൽ കുറച്ച് കളേഴ്സും സ്കെച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വൃത്തിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്കെയിലും ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന്. ഇനിയാണ് മെയിൻ പരിപാടി. ഇതൊക്കെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്റ്റഡി ഗോൾസൊക്കെ ഒന്ന് എഴുതി വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ സമയമുള്ളതുകൊണ്ട് ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കിൽ ഞാൻ കടൽ ക്ലൗഡിൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഓലെ വീഡിയോ ഞാൻ കഴിഞ്ഞ വട്ടം കണ്ടപ്പോൾ
കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഈ ഒരു വീഡിയോയും കണ്ടു. എനിക്ക് ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാനിത് രാവിലെയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ഫുൾ പ്ലാനൊക്കെ ചെയ്തിട്ട് ഫുൾ ഡയറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജൂണത്തെ കുറച്ച് പ്ലാനറും ചെയ്തു, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നേരെ കുളിക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ കണ്ണാടിയൊക്കെ ഊരി വെച്ച് നമ്മൾ നേരെ കുളിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം 7:15 കേട്ടോ. അങ്ങനെ നേരെ പോയി നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞിട്ട് നേരെ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ കുളിച്ച് കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുൾ യൂണിഫോമൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. സോ നമ്മുടെ തലയിലുള്ളതൊക്കെ ഊരണം. ഞാനാണെങ്കിൽ നേരത്തെ കുളിച്ചുകൊണ്ട് നമുക്ക് മുടി ഉണങ്ങാൻ കുറേ ടൈം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് അയച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർത്തു. മാറ്റണതിൻ്റെ മുന്നേ തന്നെ കഴിച്ചാൽ സുഖല്ലേ. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, പിന്നെ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു, പിന്നെ പൗഡർ ഇട്ട് കൊടുത്തു, പിന്നെ ഐലൈനർ എഴുതി, അത് കഴിഞ്ഞിട്ട് ലിപ് ബാം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അത് ഞാനിപ്പോൾ തന്നെ അത് വെറുതെ പറഞ്ഞു പോയി. അങ്ങനെ നമ്മൾ എന്തായാലും ഫുൾ സെറ്റായിട്ടുണ്ട്. പൗഡറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ഗ്ലോ ഒക്കെ ഉണ്ടായിരുന്നു മുഖത്തിന്, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിലത്തെ ഈ ഒരു വെളിച്ചം കൂട്ടി വെച്ചിട്ടാണ് ഇത്ര ഗ്ലോ. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റായിട്ട് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടിയായിട്ടുള്ള ഐലൈനർ ഇട്ട് കൊടുക്കാം. ഐലൈനർ ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങോട്ടേയും പോകുമ്പോൾ എഴുതുമ്പോൾ ഫുൾ കൊളാവാറാണ് പതിവ്. എന്തായാലും ഇന്ന് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഐലൈനർ വെച്ചാണ് എഴുതാൻ പോകുന്നത്. കുളിച്ചൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി നമുക്ക് കുറേ ടൈം ഉണ്ട്. ചായയും കുടിച്ചു. ഇനി നമുക്ക് നല്ല സുഖമായിട്ട് കണ്ണെഴുതാം. അല്ലെങ്കിൽ നല്ല തിരക്കിലൊക്കെ എഴുതുമ്പോഴാണ് നമ്മൾ കൊളാവേ, അല്ലെങ്കിൽ കൊളാവും. എന്തായാലും നമ്മൾ ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുൾ സെറ്റായി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടെ. വീഡിയോ ഏകദേശം കഴിയാനായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു അക്കാദമിക് ഇയർ നന്നായിട്ട് പഠിച്ച് നല്ല അടിപൊളി എൻജോയ് ഒക്കെ ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നല്ല അടിപൊളി ഇയർ ആവട്ടെ. അതുപോലെ തന്നെ പുതിയ സ്കൂളിലേക്ക് പോയവർക്ക് നല്ല ഫ്രണ്ട്സൊക്കെ കിട്ടട്ടെ. എല്ലാത്തവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാതും ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ടാഗൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ സമയം ബാക്കിയുള്ളതുകൊണ്ടൊക്കെ ഇത് ഇടാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റായി, യൂണിഫോമൊക്കെ ഫുൾ റെഡി ആയി. അങ്ങനെ നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി അടിപൊളി ഇയർ ആവട്ടെ. ഞാൻ എന്തായാലും സ്കൂളിൽ പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.